നമുക്കിനി FETസിലോട്ട് വരാം. നമ്മുടെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പൊ നമ്മുടെ ട്രാൻസിസ്റ്റർ ഫാമിലിയിൽ BJT കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ട്രാൻസിസ്റ്റർ ആയിട്ട് നമുക്ക് FETസിനെ ഉപയോഗിക്കാം. വളരെ നമ്മളിപ്പോൾ കോമൺലി യൂസ് ചെയ്തേക്കുന്ന എല്ലാ FETs ആണ്. FET തന്നെ JFETും മോസ്ഫെറ്റും ഉണ്ട്. ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററും മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ മോസ്ഫെറ്റും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ JFETന്റെ ബേസിക്സ് ആണ് നമ്മൾ ആദ്യം കവർ ചെയ്യുന്നത്. ഒരു JFET എന്താണ്, അത് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. FET ഇപ്പൊ JFET ആയാലും മോസ്ഫെറ്റ് ആയാലും ഇതൊരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അപ്പൊ അതിനകത്ത് പഠിക്കുക FET. ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. സോ ഇതിനകത്ത് ഇതിന്റെ ടെർമിനൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് നമുക്ക് അതിന്റെ ആ ഒരു ജനറൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇവിടെ പറയുന്നുണ്ട്. കറന്റ് ഫ്ലോ ഇൻ ദ ഡിവൈസ് ഇസ് കൺട്രോൾഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് സെറ്റപ്പ് ബൈ ആൻ എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ്. അപ്പൊ എക്സ്റ്റേണൽ വോൾട്ടേജ് എന്താണ്, എങ്ങനെ അത് കൊടുക്കുന്നത്, എങ്ങനെയാണ് കറണ്ട് ഫ്ലോ കൺട്രോൾ ആവുന്നത്, ഇതൊക്കെ നമ്മൾ FETക്ക് അകത്തുനിന്ന് പഠിക്കും. JFETനകത്തുനിന്നും മോസ്ഫെറ്റിനകത്തുനിന്നും പഠിക്കും. അപ്പം there are two types of FETs. ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ JFET. അടുത്തത് മോസ്ഫെറ്റ് ആണ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പൊ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് FETs ഉണ്ട്. അതിൽ നമുക്ക് JFETനെ കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. JFET. അപ്പൊ JFET എന്താണെന്ന് ഞാൻ പറഞ്ഞു. JFET എന്ന് വെച്ചാൽ ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. വളരെ സിമ്പിൾ ആണ് ഇത് പഠിക്കാൻ. അതിന്റെ വർക്കിംഗ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷൻ മുതൽ അതിന്റെ വർക്കിംഗ് മനസ്സിലാക്കിയിരുന്നാലേ അതിന്റെ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ്. സോ ഈ വരച്ചേക്കുന്ന ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുവാണ്. എങ്ങനെ ഒരു JFET നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ടെർമിനൽസ് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരയ്ക്കാം. ആദ്യം ഇതിനകത്ത് നമ്മൾ എമിറ്റർ, ബേസ്, കളക്ടർ BJTക്കകത്ത് പഠിച്ച പോലെ ഇവിടെ അതിന് ഇക്വലന്റ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. സോഴ്സ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്, ഗേറ്റ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഒരു ചാനലും ഉണ്ട്. സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ ആണ് മൂന്ന് ടെർമിനൽസ്. അപ്പൊ സോഴ്സ് ഇസ് ദ ടെർമിനൽ ത്രൂ വിച്ച് ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ എമിറ്റഡ്, അല്ലെങ്കിൽ അത് ഒരു ചാനലിലൂടെ കടത്തി വിടുന്നത് ആ ഒരു ടെർമിനലാണ്, സോഴ്സ് ആണ്. നമ്മൾ എമിറ്ററിനെ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം BJTക്കകത്ത്. ദെൻ കളക്ടറിനെ പോലെ ഡ്രെയിൻ എന്താണ് ചെയ്യുന്നത്? ത്രൂ വിച്ച് ദ മെജോറിറ്റി കാരിയേഴ്സ് ലീവ് ദ ബാർ. ആ ഒരു സെമി കണ്ടക്ടർ ബാറിലൂടെ എൻ്റർ ചെയ്യുന്നത് സോഴ്സിൽ നിന്നാണെങ്കിൽ ഡ്രെയിൻ എന്ന് പറയുന്നത് അത് ലീവ് ചെയ്യുന്ന എൻഡാണ്, സോഴ്സും ഡ്രെയിനും. ദെൻ നമ്മുടെ ഗേറ്റ് ആണ് നമ്മുടെ വോൾട്ടേജ് കൺട്രോൾഡ് എന്ന് ഉദ്ദേശിക്കുന്ന ടെർമിനൽ. നമ്മൾ ഈ ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജ് വെച്ചിട്ടാണ് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഉള്ളത് നമുക്ക് നോക്കാം. ഇനി ഇത് കൂടാതെ സോഴ്സിനും ഡ്രെയിനും അക്രോസ് ഉള്ള പാത്തിനെ വിളിക്കുന്ന പേരാണ് ചാനൽ. റീജിയൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ, സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ദ ടു ഗേറ്റ്സ്, അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ അത് എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവും. സോ ഞാൻ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഞാനൊരു N ചാനൽ JFET ഇവിടെ വരച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ആദ്യം ഒരു N സബ്സ്ട്രേറ്റ് എടുക്കുക, ഒരു N ബാർ അല്ലെങ്കിൽ ഒരു N സെമി കണ്ടക്ടർ എടുക്കുക. ഈ N സെമി കണ്ടക്ടർ അതിലേക്ക് നമ്മൾ അതിന്റെ രണ്ട് മെറ്റൽ കോണ്ടാക്ട്സ് വെച്ചിട്ട് ഒരു എൻഡ് നമ്മുടെ സോഴ്സ് ആയിട്ട് എടുക്കും. അടുത്ത ഒരു കോണ്ടാക്ട് വെച്ചിട്ട് നമ്മൾ അവിടെ ഡ്രെയിൻ ആയിട്ട് എടുത്തു. അപ്പൊ എനിക്ക്
സോഴ്സ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്. ദെൻ ഈ ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള എന്നിലേക്ക് അതിനെക്കാട്ടി ഡോപ്പിംഗ് കൂടിയ ഒരു പി റീജിയൻ, പി പ്ലസ് എന്ന് എഴുതുവാണ്, ഹെവിലി ഡോപ്ഡ് ആണ്. രണ്ട് ഹെവിലി ഡോപ്ഡ്, ഇത് ഹെവിലി ഡോപ്ഡ് ആണ്. ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള പി റീജിയൻസ് ഞാൻ ഡിഫ്യൂസ് ചെയ്ത് വെച്ചു. ഈ രണ്ട് പി റീജിയൻസും കൂടെ ഷോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗേറ്റ് ആണ്, അതാണ് സാൻഡ്വിച്ച്ഡ് പി റീജിയൻ എന്നൊക്കെ പറയുന്നത്. ഒരു എൻ ചാനലിനകത്ത് സാൻഡ്വിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ രണ്ട് സൈഡിലും വരുന്ന, അതാണ് സാൻഡ്വിച്ച് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. എന്നിന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് പി റീജിയൻസ് ക്രിയേറ്റ് ചെയ്യും. ആ രണ്ട് പി റീജിയൻസ് കൂടെ ചെയ്യുന്നതാണ് നമ്മുടെ ഗേറ്റ് ടെർമിനൽ. അത് രണ്ടും ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള പി റീജിയൻ ആണ്. അപ്പൊ ഇതാണ് ഒരു കൺസ്ട്രക്ഷൻ, ഒരു എൻ ചാനൽ ജെഫെറ്റിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഇതിനകത്ത് ചാനൽ എന്താ നമുക്ക് നോക്കാം. ആ സോഴ്സിനും ഡ്രെയിനും അക്രോസ് ഉള്ള ഈ പാത്തിനെയാണ് നമ്മൾ ചാനൽ എന്ന് വിളിക്കുന്നത്. ഈ പാത്ത്, സോഴ്സിനും ഡ്രെയിനും അക്രോസ് ഉള്ള ഈ പാത്തിനെയാണ്, അല്ലെങ്കിൽ പിയുടെ ആ ഇടയ്ക്കുള്ള ആ ഒരു റീജിയൻ, അതിനെയാണ് നമ്മൾ. ഒരു കാര്യം ആലോചിക്കുക, അതിനകത്ത് നമ്മൾ വരച്ചു വെക്കണം. കാരണം ഇതൊരു പി എൻ ജംഗ്ഷൻ ആണ്, ഇതൊരു പി എൻ ജംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ബയാസിംഗ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അവിടെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഡിപ്ലീഷൻ റീജിയൻ അവിടെ കാണും. അത് നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ യൂണിഫോം ആയിട്ടുള്ളത് അവിടെ കാണും. കാരണം നമ്മൾ ബയാസിംഗ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഒരു യൂണിഫോം ആയിട്ടുള്ള ഡിപ്ലീഷൻ റീജിയൻ ആയിരിക്കും അവിടെ ഉള്ളത്. ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ അവിടെ ഒരു പി എൻ ജംഗ്ഷൻ ആയതുകൊണ്ട് ഡിപ്ലീഷൻ റീജിയൻ അത് എന്നിലോട്ടായിരിക്കും കൂടുതൽ ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ബേസ് ബിറ്റ് മോഡുലേഷൻ ഒക്കെ പറഞ്ഞ പോലെ പി യുടെ ഡോപ്പിംഗ് കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് ഡിപ്ലീഷൻ റീജിയൻ അധികം ഫോം ചെയ്യത്തില്ല. ഡിപ്ലീഷൻ റീജിയൻ കൂടുതൽ ഫോം ചെയ്തിരിക്കുന്നത് ആ ചാനലിലേക്കായിരിക്കും, കാരണം ചാനലിന്റെ ഡോപ്പിംഗ് കുറവാണ്. സിമിലർലി നമുക്ക് പി ചാനലും കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ പി ചാനലിനകത്ത് സാൻഡ്വിച്ച് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ്, രണ്ട് എൻ റീജിയൻസ് ആണ് ഗേറ്റ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് ജെഫെറ്റിന്റെയും പി ചാനൽ ജെഫെറ്റിന്റെയും വ്യത്യാസം. അപ്പൊ ഇതാണ് കൺസ്ട്രക്ഷൻ. ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ഷനകത്ത് വരുന്ന സോഴ്സിന്റെ ഫംഗ്ഷനും ഡ്രെയിനിന്റെയും ഗേറ്റിന്റെ ഫംഗ്ഷനും നമ്മൾ പറഞ്ഞു. ഗേറ്റ് ഹെവിലി ഡോപ്ഡ് ആണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Then they are sandwiched to form a single gate. അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. The region between source and drain is known as നമ്മുടെ ചാനൽ. സോ ഇതാണ്. ഇനി നമ്മുടെ ജെഫെറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അതൊരു യൂണിപോളാർ ഡിവൈസ് ആണ്. അതുകൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടതാണ്. യൂണിപോളാർ ആണ്. ഏതെങ്കിലും ഒരു ചാർജ് കാരിയേഴ്സ് ആയിരിക്കും അതിനകത്ത് ആക്റ്റീവ് ആയിട്ടുള്ളത്. എൻ ചാനൽ എടുക്കുവാണെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും, പി ചാനൽ എടുക്കുവാണെങ്കിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി. അല്ലെങ്കിൽ താണ്ട് യൂണിപോളാർ നേച്ചർ അതുകൊണ്ടാണ്. അതായത് ഏതെങ്കിലും ഒരു സിംഗിൾ കാരിയർ ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇതൊരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. VGS ആണ്. കണ്ടോ, VGS കൺട്രോൾ ദ ഡ്രെയിൻ കറന്റ്. അതുപോലെ തന്നെ അതിനകത്ത് ഉണ്ടാവുന്ന ഒരു എന്താണ് വിഡ്ത്ത്, അതൊക്കെ നമുക്ക് വർക്കിംഗ് പറയുമ്പോൾ ഈ സെന്റൻസുകളൊക്കെ എന്താണെന്ന് മനസ്സിലാവും. ദെൻ ഒരു പോയിന്റോട് ഓർക്കുക, VGS ഇസ് ഓൾവേസ് ഇൻ റിവേഴ്സ് ബയസ്. VGSനെ നമ്മൾ എപ്പോഴും റിവേഴ്സ് ബയസിലായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കൂടുതലാണ്. ഇറ്റ് ഹാസ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്. BJT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഹൈ ആണ്. നമുക്ക് മോസ്ഫെറ്റോട് പഠിച്ചിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യാം BJT FET മോസ്ഫെറ്റുകൾ. മോസ്ഫെറ്റിനകത്ത് തന്നെ കമ്പാരിസൺ വരുന്നുണ്ട്. സോ ഇതിന്റെ എല്ലാം കമ്പാരിസൺ, FETയുടെ BJT ആയിട്ടുള്ള കമ്പാരിസൺ എല്ലാം പഠിക്കാം. ഗേറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഐഡിയലി അത് 0 ആണ് ഫോർ എ ജെഫെറ്റ്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് യൂണിപോളാർ ആണെന്നുള്ളതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് എന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലോട്ട് പോവാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് പറയുമ്പോൾ നമുക്ക് ഓരോ കേസ് ആയിട്ട് പറയാം. കേസ് 1 കൺസ്ട്രക്ട് ചെയ്തു. കേസ് 1 ആയിട്ട് എടുക്കുന്നത് ഞാൻ VGS 0, VDS അപ്ലൈഡ്, അല്ലെങ്കിൽ VDS കോൺസ്റ്റന്റ്. നമ്മൾ VGS കൊടുത്തിട്ട് VGS 0 ആക്കി നമ്മൾ VDS കൊടുത്തിട്ടുണ്ട്, ഡ്രെയിൻ സോഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്നത് ഡ്രെയിനിനും സോഴ്സിനും അക്രോസ് ആണ് കണക്ഷൻ. അപ്പൊ കണക്ഷൻ കൊടുക്കുമ്പോൾ സോഴ്സ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. കാരണം ഇതൊരു എൻ ചാനലാണ്.
അപ്പൊ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് വിടണമെങ്കിൽ സോഴ്സ് സൈഡ് ഷുഡ് ബി അറ്റ് നെഗറ്റീവ്. എന്നാലേ ഇലക്ട്രോൺസ് എന്നിലുള്ള ഇലക്ട്രോൺസിന് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. സോ ഇതാണ് ഒരു കണ്ടീഷൻ, ദ സോഴ്സ് സൈഡ് ഷുഡ് ബി നെഗറ്റീവ്. അതേപോലെ തന്നെ വി ജി എസ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. വി ജി എസ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കണം. ആ രീതിയിലാണ് ഈ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ കണ്ടീഷനിൽ ഞാൻ വി ജി എസ് 0 ആണ്. അപ്പൊ ഗേറ്റിന് സോഴ്സിന് അക്രോസ് ഇവിടെ ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കേസിൽ നോക്കുവാണെങ്കിൽ ചെറിയൊരു വി ജി എസ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത് പി ആണ്, ഇതും പി ആണ്, ഇതും പി ആണ്. ഇത് രണ്ടും പി റീജിയൻസ് ആണ്, പി ആണ്, ഇതും പി ആണ്. അപ്പൊ റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഷുഡ് ബി കണക്റ്റഡ് ടു നെഗറ്റീവ്. കണ്ടോ, ഗേറ്റ് നെഗറ്റീവിലോട്ടാണ്. അതുപോലെ തന്നെ അപ്പൊ അത് മാത്രം നോക്കിയാൽ ഗേറ്റ് ഷുഡ് ബി നെഗറ്റീവ്, എന്നാലേ നമുക്ക് റിവേഴ്സ് ബയാസിങ് കിട്ടത്തുള്ളൂ. അപ്പൊ രണ്ടാമത്തെ കേസിൽ നമ്മൾ ചെറിയൊരു റിവേഴ്സ് ബയാസ് കൊടുത്തു, മൂന്നാമത്തെ കേസിൽ ആ റിവേഴ്സ് ബയാസ് ഇൻക്രീസ് ചെയ്തു. അപ്പോ നമുക്ക് ഓരോ കേസ് കാണാം. ആദ്യത്തെ കേസ് വി ജി എസ് 0, വി ഡി എസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വി ജി എസ് കൊടുത്തില്ലെങ്കിലും നമുക്ക് ഇവിടെ കാണാം ഡിപ്ലീഷൻ റീജിയൻ ഒക്കെ യൂണിഫോം ആണ്. ഇവിടെ ചാനലിലെ റെസിസ്റ്റൻസ് യൂണിഫോം ആണ്. അപ്പൊ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ട് നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ പോയിന്റ് ആയിട്ട് എഴുതുവാണ്, ഇവിടെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം അവിടെ ഡിപ്ലീഷൻ റീജിയൻ യൂണിഫോം ആണ്. അപ്പൊ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വി ക്യാൻ സേ നമ്മുടെ വി ഡി എസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഐ ഡി ആയിരിക്കും. ആ ഒരു കേസിൽ വി ഡി എസിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഐ ഡി ആയിരിക്കും ഉണ്ടാവുന്നത്. Then case 2, a small reverse bias is applied. വി ജി എസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ റിവേഴ്സ് ബയാസ് ആണ്. അപ്പൊ ആ കേസിൽ നമുക്ക് കാണാം, രണ്ടാമത്തെ കേസിൽ നോക്കുവാണെങ്കിൽ ഇവിടെ റിവേഴ്സ് ബയാസ് കൂടുമ്പോൾ ഇവിടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് ഇങ്ങനെ കൂടുന്നതായിട്ട് കാണാം. അത് കൂടുതൽ നിൽക്കുന്ന ഒരു വെഡ്ജ് ഷേപ്പിലുള്ള ഡിപ്ലീഷൻ റീജിയൻ ആണ് അവിടെ കാണിക്കുന്നത്. ആ ഡിപ്ലീഷൻ റീജിയൻ ഡ്രെയിൻ സൈഡിൽ കുറച്ച് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ് ആണ്, ഇത് എന്നും ആണ്. എൻ പോസിറ്റീവ് ഇവിടെ റിവേഴ്സ് ബയാസ് ഡ്രെയിൻ സൈഡ് കിട്ടുന്നുണ്ട്. എന്ന് പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡും സോഴ്സിനെ കാട്ടി ഡ്രെയിൻ കുറച്ചും കൂടെ റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പം റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയോഡിന്റെ കേസിൽ. അപ്പൊ ഈ ഡ്രെയിനിന്റെ എൻഡിലേക്ക് വരുന്തോറും ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടിക്കൊണ്ടിരിക്കും. സോഴ്സിന്റെ സൈഡില് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഡ്രെയിൻ സൈഡിലോട്ട് വരുമ്പോൾ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ചെറിയൊരു റിവേഴ്സ് ബയാസ് കൊടുക്കുമ്പോഴുള്ള കണ്ടീഷൻ. ഇനി ആ റിവേഴ്സ് ബയാസ് കൂട്ടിയ എന്ത് സംഭവിക്കും, ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടിക്കൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ രണ്ട് ഡിപ്ലീഷൻ റീജിയൻസ് ഇങ്ങനെ മീറ്റ് ചെയ്യും. ആ ഒരു കണ്ടീഷനെയാണ് പിഞ്ച് ഓഫ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കേസ്, എ സ്മോൾ റിവേഴ്സ് ബയാസ് ഈസ് അപ്ലൈഡ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഡിപ്ലീഷൻ റീജിയൻ width increases. More in the drain region. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു, ഡ്യൂ ടു പോസിറ്റീവ് ഡ്രെയിൻ സൈഡ് പോസിറ്റീവ് ആയതുകൊണ്ട്. അപ്പൊ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടുന്നു. അപ്പൊ നമുക്കറിയാം വിഡ്ത് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ ചാനലിന്റെ റെസിസ്റ്റൻസ് മാറി, റെസിസ്റ്റൻസ് ഡ്രെയിൻ സൈഡിൽ കൂടുതലായിരിക്കും. അപ്പൊ എനിക്ക് പറയാം റെസിസ്റ്റൻസ് വിൽ ചേഞ്ച്. റെസിസ്റ്റൻസ് ചേഞ്ച് ആവും. ഒരിക്കലും വി ഡിയും ഐ ഡിയും പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല. ഐ ഡി എന്ത് ചെയ്യും, ഐ ഡി വിൽ ഡിക്രീസ്. ഐ ഡി ഡിക്രീസ് ചെയ്യും. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ്,
മൂന്നാമത്തെ കേസില് നമുക്ക് പറയാം VGS വീണ്ടും ഇൻക്രീസ് ചെയ്യാണ്. VGS ഇൻക്രീസസ്, ലാർജ് റിവേഴ്സ് ബയസ് നമ്മൾ കൊടുക്കുവാണ്. അപ്പൊ അല്ലെങ്കിൽ അങ്ങനെ എഴുതാം, സ്മോൾ റിവേഴ്സ് ബയസ് കഴിഞ്ഞു, അടുത്തത് ലാർജ് റിവേഴ്സ് ബയസ്. ആ സമയത്ത് നടക്കുന്നതാണ് പിഞ്ച് ഓഫ്. പിഞ്ച് ഓഫ് ഒക്കേഴ്സ്. അപ്പൊ പിഞ്ച് ഓഫ് എന്താണ് നമ്മൾ പറഞ്ഞു? പിഞ്ച് ഓഫ് ഒക്കർ ചെയ്യും. പിഞ്ച് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിപ്ലീഷൻ റീജിയൻസ് മീറ്റ് ചെയ്യും. റീജിയൻ മീറ്റ് അറ്റ് ദ ഡ്രെയിൻ റീജിയൻ. അപ്പൊ ആ ഒരു ഡ്രെയിൻ റീജിയനിൽ മീറ്റ് ചെയ്യുന്ന കണ്ടീഷനെയാണ് പിഞ്ച് ഓഫ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് പറയാം ID drops to 0. ID will drops to 0. ഇതാണ് ഇവിടെ നമ്മുടെ പിഞ്ച് ഓഫ് കണ്ടീഷൻ. അപ്പൊ അവിടെ ID കുറഞ്ഞ് അത് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 0 എന്ന് പറയാം. ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്തത് മനസ്സിലാക്കണം, നമ്മളിവിടെ വേരി ചെയ്തത് VGS ആണ്. VGS വേരി ചെയ്തിട്ടുള്ള ID ആണ് നമ്മൾ ഇവിടെ മെഷർ ചെയ്തത്. ഇതാണ് നമ്മുടെ ഗേറ്റ് വെച്ചിട്ടുള്ള. നമുക്കിപ്പോ VGS കൊടുത്തിട്ട് നമുക്ക് ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യാം. ചാനലിന്റെ റെസിസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ചാനലിന്റെ റെസിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് കറണ്ട് കൺട്രോൾ ചെയ്യാം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു JFET-നെ ഒരു വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ എന്നൊക്കെ വിളിക്കും. കാരണം റെസിസ്റ്റൻസ് മാറുന്നുണ്ട് VGS കൊടുക്കുന്നതനുസരിച്ച്. അപ്പൊ അതിനെ ക്യാൻ ബി കോൾഡ് ആസ് എ വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ. അതൊരു ക്വസ്റ്റ്യൻ ആണ്. വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ നമ്മള് ഈ പോയിന്റുകളൊക്കെ പറഞ്ഞു. 3 കേസസ് അതിന്റെ വർക്കിംഗ് ഓപ്പറേഷനകത്ത് വരുന്നതാണ്. ദെൻ JFET-ന്റെ ക്യാരയാണ് ഈ വരച്ചു വെച്ചേക്കുന്നത്. ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ ഈ വരച്ചു വെച്ചേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഒരു ക്യാര പറഞ്ഞു, ഞാനിപ്പോ വർക്കിംഗ് പറഞ്ഞത് അതിന്റെ ട്രാൻസ്ഫർ ക്യാരയാണ്. ശരിക്കും ഇനി അതിന്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് നോക്കാം. ഡ്രെയിൻ ക്യാര, അപ്പൊ ഇതിനെ നമ്മൾ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് വിളിക്കുന്നത്. ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഈ ഡ്രെയിൻ ക്യാര പ്ലോട്ട് ചെയ്യുന്നത് ഡ്രെയിൻ കറണ്ടും ഡ്രെയിൻ വോൾട്ടേജും വെച്ചിട്ടാണ്. സോ ID വെർസസ് ഡ്രെയിൻ വോൾട്ടേജ് VDS അറ്റ് കോൺസ്റ്റന്റ് VGS. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രെയിൻ ക്യാരയുടെ ഡെഫിനിഷൻ. അപ്പൊ ഇവിടെ VGS ആണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ വർക്കിംഗ് പ്രിൻസിപ്പിളിനകത്ത് VGS വേരി ചെയ്ത് ID-യും VDS കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ID-യും VGS-ഉം ആണ് നമ്മൾ നേരത്തെ വർക്കിംഗ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഡ്രെയിൻ ക്യാര നമ്മൾ പറയുന്നത് നേരെ തിരിച്ചാണ്. അതായത് ID-യും VDS-ഉം ആണ് ഇവിടെ വേരി X-ഉം Y-ഉം ആക്സിസിൽ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത് VGS ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ കേസസ് പറയുവാണെങ്കിൽ ഇതിന്റെ കേസ് 1-ല് നമ്മള് VGS 0 ആക്കി വെക്കുവാണ്. എന്നിട്ട് VDS വേരി ചെയ്യിക്കുന്നു, സ്മോൾ VDS. സോ സെയിം VGS കൊടുത്തില്ലെങ്കിലും VDS കൊടുത്താൽ നമുക്ക് അവിടെ കറണ്ട് ഉണ്ടാവും. കാരണം ഇവിടെ ആ ഒരു റെസിസ്റ്റൻസ് ഒക്കെ യൂണിഫോം ആയിരിക്കും. ഇവിടെ റെസിസ്റ്റൻസ് യൂണിഫോം ആയിരിക്കും. നമ്മുടെ P റീജിയൻ ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് ഒക്കെ യൂണിഫോം ആയിരിക്കും. അപ്പൊ റെസിസ്റ്റൻസ് എന്തായിരിക്കും? റെസിസ്റ്റൻസും യൂണിഫോം ആയിരിക്കും. അപ്പൊ റെസിസ്റ്റൻസ് ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ ID ഈസ് പ്രൊപ്പോർഷണൽ ടു VD ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസിൽ ചെറിയൊരു ലീനിയർ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അതാണ് ഫസ്റ്റ് കേസ്. ദെൻ അടുത്ത കേസിൽ VGS 0 തന്നെ, പക്ഷെ VD കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസിങ്. അപ്പൊ VDS കൂട്ടിയാലും നമുക്കറിയാം ഇതാണ് ഡ്രെയിൻ സൈഡ്, ഇതാണ് സോഴ്സ് സൈഡ്. അപ്പൊ ഇൻക്രീസിങ് VDS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ കൂടും. ഗേറ്റ് കൊടുക്കാതെ തന്നെ ഡിപ്ലീഷൻ റീജിയന്റെ ഷേപ്പ് ഇവിടെ വരുമ്പോ കുറച്ച് കൂടുന്നതായിട്ട് കാണാം. സെയിം എഫക്റ്റ് VGS കൂട്ടുന്ന അതേ എഫക്റ്റ് തന്നെ ഇവിടെയും കാണാം. ഡ്രെയിൻ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ദെൻ
അപ്പൊ ഇവിടെയും എന്താണ് ഐ ഡി ഡിക്രീസസ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഇത് രണ്ടാമത്തെ ഗ്രാഫ് നേരെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതാണ് ഐ ഡി, ഇതാണ് വി ഡി എസ്. ദെൻ മൂന്നാമത്തെ കേസിന് നോക്കിക്കഴിഞ്ഞാൽ കേസ് 3, അതായത് വി ജി എസ് 0 തന്നെ, പക്ഷെ വി ഡി എസ് ഇൻക്രീസ് ചെയ്തു, വി ഡി എസ് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? രണ്ട് ഡിപ്ലീഷൻ റീജിയനും മീറ്റ് ചെയ്യും, പിഞ്ച് ഓഫ് ഒക്കർ ചെയ്യും. സോ ഇവിടെ നമുക്ക് പറയാം പിഞ്ച് ഓഫ് വിൽ ഒക്കർ. ഇവിടെ ഡിപ്ലീഷൻ റീജിയനിൽ എടുത്ത് കൂടും. സോ പിഞ്ച് ഓഫ് ഒക്കർ ചെയ്യും. ഇവിടെ പറയാം പിഞ്ച് ഓഫ് ഒക്കേഴ്സ്. അപ്പോ ഇതാണ്. അപ്പൊ അവിടെ അതിന്റെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ പിഞ്ച് ഓഫ് ഒക്കർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറണ്ട് 0 ആവുമല്ല, കറണ്ട് സാച്ചുറേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് എന്റെ ക്യാര. ഐ ഡി ആൻഡ് വി ഡി ഇത് കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കുന്നത് വി ജി എസ് 0 ആണ്, വി ജി 0 ആണ്. ഇനി വീണ്ടും നമ്മൾ വി ജി 0 മാറ്റി വേറൊരു നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ കറണ്ട്, ഈ ഒരു സംഭവം, ഈ പിഞ്ച് ഓഫ്, ഇത് പിഞ്ച് ഓഫ് പോയിന്റ് ആണ്, ഈ പിഞ്ച് ഓഫും സാച്ചുറേഷനും എല്ലാം പെട്ടെന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മുടെ ക്യാര ഇങ്ങനെ മാറി മാറി വരും. ഇത് വി ജി ഈക്വൽ ടു -1 വോൾട്ട് കൊടുക്കുമ്പോൾ ഗ്രാഫാണ്. അപ്പൊ ഇത് മൊത്തത്തിലാണ് നമ്മുടെ ക്യാരയായിട്ട് വരച്ചിരിക്കുന്നത്. അപ്പൊ 0 വോൾട്ട്, -1 വോൾട്ട്, -2 വോൾട്ട് ഒക്കെ ഡിഫറെന്റ് ക്യാരേഴ്സ് പ്ലോട്ട് ചെയ്തേക്കുവാണ്. ആ സമയത്തൊക്കെ നമ്മുടെ ക്യാര കുറയുന്നതായിട്ട് കാണും. കാരണം ഒരു വി ജിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് എഫക്ട് കൂടും. അപ്പൊ നമ്മുടെ പിഞ്ച് ഓഫ് നേരത്തെ നടക്കും, ബ്രേക്ക് ഡൗൺ നേരത്തെ ബ്രേക്ക് ഡൗൺ ആണ്. സാച്ചുറേഷൻ കഴിഞ്ഞ് വീണ്ടും ഒരുപാട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ നടക്കും. അപ്പൊ ഈ പോയിന്റ് ബ്രേക്ക് ഡൗൺ ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു റീജിയൻ ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഈ റീജിയനെ നമ്മൾ പിഞ്ച് ഓഫ് എന്ന് വിളിക്കും. ഇത് സാച്ചുറേഷൻ, ഈ റീജിയനെ ലീനിയർ എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെയാണ് ലീനിയർ, പിഞ്ച് ഓഫ്, സാച്ചുറേഷൻ, ബ്രേക്ക് ഡൗൺ. ഇങ്ങനെയാണ് ആ ക്യാരയുടെ ഒരു ഡിഫറൻസ്, ആ ഒരു റീജിയൻസ് മാർക്ക് ചെയ്യുന്നത്. ഇനി ലീനിയർ റീജിയനിൽ കറണ്ട് നമുക്ക് കാണാം, റെസിസ്റ്റൻസ് യൂണിഫോം ആയിരിക്കും, കറണ്ട് ലീനിയർ ആയിരിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. പിഞ്ച് ഓഫ് എന്ന് പറയുന്നത് ഡിപ്ലീഷൻ റീജിയൻ മീറ്റ് ചെയ്യുന്നു. ദെൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. വീണ്ടും കൂട്ടിക്കഴിഞ്ഞാലും കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ദെൻ അതിനുശേഷം ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യും. ഇതാണ് JFET-ന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിഞ്ച് ഓഫ് വോൾട്ടേജിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇതേ എഴുതാവുള്ളൂ. ഇറ്റ് ഈസ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് the drain current saturates. ഡ്രെയിൻ കറണ്ട് സാച്ചുറേറ്റ് ആവുന്ന VDS വോൾട്ടേജിനെയാണ് നമ്മൾ പിഞ്ച് ഓഫ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഈ പോയിന്റ് എത്തുമ്പം നമ്മൾ ഡിപ്ലേഷൻ റീജിയൻ മീറ്റ് ചെയ്യും, അവിടെ സാച്ചുറേറ്റഡ് ആവും. ഇതാണ് ഓമിക് റീജിയൻ ഒക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക് ഡൗൺ കാണിച്ചിട്ടില്ല, നേരത്തെ ഗ്രാഫിക് കാണിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഡൗണും ഒക്കെ ചെയ്യുന്നു. ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. സിംപ്ലർ ടു ഫാബ്രിക്കേറ്റ്, സ്മോളർ ഇൻ സൈസ്, ഇൻപുട്ട് ഇംപെഡൻസ് ഹൈ ആണ്, പവർ ഗെയിൻ കൂടുതലാണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്അഡ്വാൻറ്റേജസ്, ഗ്രേറ്റർ സസെപ്റ്റിബിലിറ്റി ടു ഡാമേജ് ഇൻ ഇറ്റ്സ് ഹാൻഡ്ലിംഗ്, ലോ വോൾട്ടേജ് ഗെയിൻ ഒക്കെയാണ്. ആപ്ലിക്കേഷൻസ് അറിയാം. വോൾട്ടേജ് കൺട്രോൾഡ്, വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണത്. ലോ നോയിസ് ആംപ്ലിഫയർ, ആംപ്ലിഫയർ ആയിട്ടും ഒക്കെ നമ്മൾ കോമൺ സോഴ്സ്, കോമൺ ഡ്രെയിൻ ആംപ്ലിഫയർ ഒക്കെ പഠിക്കുന്നതാണ്. ഒരു കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പൊ JFET എന്ന് പറയുന്നത് എന്റെ വർക്കിംഗ് ആണ് മനസ്സിലാക്കേണ്ടത്. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഒരു ക്യാരയും കൂടെ ഒന്ന് വരയ്ക്കാം, അതായത് ട്രാൻസ്ഫർ ക്യാര. അതുകൂടെ ഇതിനകത്ത് വരച്ചേ. ഒരു N ചാനൽ JFET-ന്റെ ആണ് ഞാൻ വരയ്ക്കുന്നത്. നമുക്കതിനെ വരയ്ക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത് ഞാൻ വരയ്ക്കുന്നത് ഐഡിയും, ഞാനിത് വരയ്ക്കാൻ പോകുന്നത് N ചാനലിന്റെ ആണ്. അപ്പൊ ID വേണം, VGS വേണം. ട്രാൻസ്ഫർ ക്യാര പ്ലോട്ട് ചെയ്യുന്നത്
ID versus VGS at കോൺസ്റ്റന്റ് VDS. ഇതാണ് നമ്മുടെ ക്യാര. അപ്പൊ ഇവിടെ നമ്മൾ VGS-ഉമായിട്ടാണ്, VGS എൻ ചാനലിന്റെ കേസിൽ നെഗറ്റീവ് ആണ്, റിവേഴ്സ് ബയസ്ഡ് ആണ്. സോ VGS ഇങ്ങോട്ടാണ് വരയ്ക്കുന്നത്, VDS കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് ഗ്രാഫ് എങ്ങനെ വരുമെന്ന് നോക്കാം. അതായത് VGS 0 ആവുന്ന സമയത്ത് കറണ്ട് ഹൈ. നമുക്കറിയാം VGS കൊടുത്തിട്ടില്ലെങ്കിൽ VDS കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് കറണ്ട് കൂടുതലായിരിക്കും. ഇനി VGS കൂടുന്ന, റിവേഴ്സ് ബയസിംഗ് കൂടുന്ന അനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തുകൊണ്ടിരിക്കും, കറണ്ട് കുറയും. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തും. ഇവിടെ ഒരു പിഞ്ച് ഓഫ് ഉണ്ട്, ഇത് പിഞ്ച് ഓഫ് കണ്ടീഷൻ ആണ്. കറണ്ട് റെഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു മിനിമം കണ്ടീഷൻ, അത് VGS വേരി ചെയ്യുമ്പോഴുള്ള കണ്ടീഷനാണ് പിഞ്ച് ഓഫ്. ശരിക്കും പിഞ്ച് ഓഫ് വോൾട്ടേജ് ഡെഫിനിഷൻ VDS വെച്ചിട്ടാണ് പറയേണ്ടത്. ഇറ്റ്സ് എ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് കറണ്ട് സാച്ചുറേറ്റ്. ആ ഡ്രെയിൻ ക്യാരക്കകത്ത് വരുന്ന ഡെഫിനിഷൻ ആണ് പിഞ്ച് ഓഫ് വോൾട്ടേജ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത് അതിന്റെ ട്രാൻസ്ഫർ ക്യാരയാണ്. അപ്പൊ മനസ്സിലാക്കിയിരുന്നാൽ മതി റോസ് പാഷ് കൂടുമ്പോൾ എങ്ങനെയാണ് പിഞ്ച് ഓഫ് സംഭവിച്ചത് എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് JFET-ന്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതൊന്ന് ഡ്രെയിൻ റെസിസ്റ്റൻസ് ആണ്, വളരെ എളുപ്പമാണ്. VD ID വോൾട്ടേജ് ബൈ കറണ്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ VD ബൈ ID ആണ്. VGS കോൺസ്റ്റന്റ് ആക്കി വെക്കണം, ഡ്രെയിൻ ക്യാരയിൽ പ്ലോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനെ ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇതിന്റെ റേഞ്ച് 400 കിലോ ഓം ആണ്. ദെൻ GM ട്രാൻസ് കണ്ടക്ടൻസ്, കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ I/V ആണ്. അപ്പൊ ഡെൽറ്റ ID ബൈ ഡെൽറ്റ VGC. അപ്പൊ നമുക്ക് ഈ 3 പാരാമീറ്റർ ആണ് വേണ്ടത്. ഒന്ന് ID, ഒന്ന് VGS, ഒന്ന് VDS. ഇത് മൂന്നും വെച്ചിട്ടാണ് ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഡിഫൈൻ ചെയ്തേക്കുന്നത്. VDS ബൈ ID എന്ന് പറയുമ്പോൾ ഡ്രെയിൻ റെസിസ്റ്റൻസ്, ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ IDയും VGS I/V ആണ്. അപ്പൊ ID ബൈ VGS. സോ അതിന്റെ റേഞ്ച് പറയുന്നത് 150 മൈക്രോ സീമെൻസ് ടു 250 മൈക്രോ സീമെൻസ് ആണ്. സീമെൻസ് ആണ് ട്രാൻസ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഉണ്ട്, അത് VDS ബൈ VGS ആണ്. VDS ബൈ VGS, അവിടെ ID ആണ് കോൺസ്റ്റന്റ്. രണ്ടെണ്ണം എടുക്കുമ്പോൾ മൂന്നാമത്തെ പാരാമീറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കും. ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിന്റെ വാല്യൂ 100 ഒക്കെയാണ് ടിപ്പിക്കൽ വാല്യൂ പറയുന്നത്. ദെൻ ഇവര് മൂന്നും തമ്മിലുള്ള റിലേഷൻ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മ്യൂ ഈസ് ഈക്വൽ ടു ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, മ്യൂ എന്ന് പറയുന്നത് GM ഇൻറ്റു RD ആണ്. ട്രാൻസ് കണ്ടക്ട് ഇൻറ്റു ഡ്രെയിൻ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ മ്യൂ, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ പ്രൈമറി ആപ്ലിക്കേഷൻസ്, നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുവാണ്. JFET ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാവോ? വാട്ട് ഈസ് ദ പ്രൈമറി ആപ്ലിക്കേഷൻ ഓഫ് എ സെനർ ഡയോഡ്? അറിയാമെങ്കിൽ ആൻസർ പറയാം. ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സെനർ ഡയോഡിന്റെ വോൾട്ടേജ് റെഗുലേഷൻ? Then the breakdown voltage of a Zener diode depends on, breakdown voltage ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? നമുക്ക് സെനറിന്റെ ക്യാരയൊക്കെ അറിയാം. ഇങ്ങനെയാണ് നമ്മുടെ ക്യാര പോകുന്നത്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ കറണ്ട് സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്യും, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഡോപ്പിംഗ് ലെവലിനെയാണ്. ഡോപ്പിംഗ് ലെവലിനെയാണ് ബ്രേക്ക്ഡൗൺ വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട്, പക്ഷെ എങ്കിലും പ്രൈമറി ഡിപ്പെൻഡൻസി പറയുമ്പോൾ അത് ഡോപ്പിംഗ് ലെവലിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് പ്രോപ്പർട്ടി ഓഫ് സെനർ ഡയോഡ് മേക്സ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ യൂസ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ? അപ്പൊ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള റീസൺ ഞാനിപ്പം വരച്ച ഗ്രാഫ് തന്നെയാണ്. എ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ അറ്റ് എ സ്പെസിഫിക് വോൾട്ടേജ്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ടുള്ള ഒരു കറണ്ട് പ്രൊവൈഡ് ചെയ്ത് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, കറണ്ട് കൂടുന്നതായിട്ട് കാണാം. ഇതാണ് സെനർ ക്യാര. സോ അതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സെനർ ഡയോഡിനെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. സെനർ ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ഡ്യൂ ടു, സെനർ ഒക്കർ ചെയ്യുന്നത്, അവലാഞ്ച് ഒക്കർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അവലാഞ്ച് ഒക്കർ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ, അവലാഞ്ച് കരിയർ മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ് ആണ്. പക്ഷെ സെനർ ഒക്കർ ചെയ്യുന്നത് ഇലക്ട്രോൺ ടണലിംഗ് ആണ്. ഡിപ്ലേഷൻ റീജിയന്റെ വിഡ്ത്ത് വളരെ കുറവായതുകൊണ്ട് ടണലിംഗ് നടക്കും. മറ്റേടത്ത് വിഡ്ത്ത് കൂടുതലാണ്, അപ്പൊ അവിടെ നടക്കുന്നത് കരിയർ മൾട്ടിപ്ലിക്കേഷൻ ആണ്.
അടുത്തത് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ഇൻ എ സെനർ ഡയോഡ്. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യാനുള്ള കണ്ടീഷൻ നമ്മുടെ ഡോപ്പിംഗ് കുറവായിരിക്കണം, അതുപോലെ തന്നെ ഡിപ്ലീഷൻ റീജിയൻ വൈഡ് ആയിരിക്കണം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. ഡോപ്പിംഗ് കുറവായിരിക്കണം, ഡിപ്ലീഷൻ റീജിയൻ വൈഡ് ആണെങ്കിൽ മാത്രമേ അവിടെ കാരിയർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ കാരിയർ സ്കാറ്ററിംഗ് ഒക്കെ നടക്കത്തുള്ളൂ. അതാണ് കണ്ടീഷൻ. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് if the doping is low and the depletion region is wide. Then what is the effect of temperature on center breakdown voltage? So temperature അനുസരിച്ചും ബ്രേക്ക് ഡൗണിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അത് ശരിക്കും ഡിക്രീസ് ചെയ്യണം. ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പൊ നേരത്തെ ഡോപ്പിംഗ് ആണ് പ്രൈമറി ഡിപെൻഡൻസി എങ്കിലും ടെമ്പറേച്ചറിന് ഒരു ഡിപെൻഡൻസി ഉണ്ട്. ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് സെന്റർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നമ്മൾ എപ്പോഴും ഒരു സെനർ വോൾട്ടേജ് റെഗുലേറ്റർ ഒക്കെ വരയ്ക്കുമ്പോഴും അല്ലെങ്കിൽ സെനർ ഡയോഡിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴും അതിന്റെ കൂടെ എപ്പോഴും എന്ത് കാണും? ഒരു സീരീസ് റെസിസ്റ്റർ കാണും. കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ ഒരു സീരീസ് റെസിസ്റ്റർ, കറണ്ട് ലിമിറ്റിംഗ്, ശരിക്കും കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ട്സ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ സർക്യൂട്ട് വെച്ചിട്ടാണ് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് സെനർ ഡയോഡ്. PSCK ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സെനർ ഡയോഡ്. നമ്മൾ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ആണ് ഒരു ഓപ്ഷൻ അതിനകത്ത് കാണുന്നത്. അപ്പൊ അത് നമ്മൾ കയറി പെട്ടെന്ന് ആൻസർ ചെയ്യും. പക്ഷെ അതല്ല, സെനർ ഡയോഡിന്റെ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് എക്സ്റ്റേണൽ സർക്യൂട്ട്സ് ആണ്. അതിനകത്ത് ഒരെണ്ണമാണ് സീരീസ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഒരു ആക്റ്റീവ് റീജിയൻ BJT ഓപ്പറേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? അപ്പൊ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ പഠിച്ചതാണ്. അതില് ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ്, കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. സോ ഒരെണ്ണം ഫോർവേഡും ഒരെണ്ണം റിവേഴ്സ്. ഒരെണ്ണം എന്ന് പറയുന്നത് എമിറ്റർ വരുന്ന ജംഗ്ഷൻ ഫോർവേഡ് ആയിരിക്കണം, കളക്ടർ വരുന്നത് റിവേഴ്സ് ആയിരിക്കും. ഇതുപോലെ സാച്ചുറേഷന്റെ ഏതെങ്കിലും ഒക്കെ ചോദിക്കാം. കോമൺ ബേസിന്റെ കറണ്ട് ഗെയിൻ എങ്ങനെയായിരിക്കും? നമ്മൾ ആൽഫയുടെ വാല്യൂ പറഞ്ഞതാണ്. കമ്പാരിസൺ ടേബിളിനകത്ത് ആൽഫ ലെസ് ദാൻ 1 എന്നാണ് പഠിച്ചിട്ടുള്ളത്. കോമൺ ബേസിൻ്റെത് ലെസ് ദാൻ 1 ആണ്. സോ ബി ആണ് ആൻസർ. Then which BJT configuration provide highest voltage gain? വോൾട്ടേജ് ഗെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇംപിഡൻസ് മാച്ചിങ് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ഹയസ്റ്റ് വോൾട്ടേജ് ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത് കോമൺ എമിറ്റർ തന്നെയാണ്. Then what is the primary function of a common collector configuration? അതും പറഞ്ഞതാണ്. ബഫർ ആയിട്ടും ഇംപിഡൻസ് മാച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് കോമൺ കളക്ടർ അല്ലെങ്കിൽ എമിറ്റർ ഫോളോ ഓവർ സർക്യൂട്ട് ആണ്. Then which configuration of BJT is also known as emitter follower? Emitter follower എന്ന് വിളിക്കുന്നത് നമ്മുടെ കോമൺ കണക്ടർ കോൺഫിഗറേഷനെയാണ്. ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഡ്യൂ ടു ഇറ്റ്സ് വൈഡ് ബാൻഡ് വിഡ്ത്ത്. നമ്മൾ BJT കോൺഫിഗറേഷൻ ഏതാണ് ഉപയോഗിക്കുന്നത്? ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് നോക്കേണ്ടത് കോമൺ ബേസ് ആണ്. കോമൺ ബേസിനെയാണ് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. Then which material is commonly used to manufacture tunnel diode? ടണൽ ഡയോഡിനെ നമ്മൾ അത് പഠിച്ച് ടണൽ ഡയോഡ്സ് പഠിച്ചതാണ്. നമ്മൾ ടണൽ ഡയോഡ്സിന് ഒരിക്കലും നമ്മൾ സിലിക്കൺ അല്ല കോമൺ ഉപയോഗിക്കുന്നത്. നമ്മൾ ജെർമേനിയവും ഗാലിയം ആർസനൈഡും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. സോ ആൻസർ ബിയും സിയും ആണ്. രണ്ടും ഉപയോഗിക്കാറുണ്ട്. ജെർമേനിയവും ഗാലിയം ആർസനൈഡും. ടണൽ ഡയോഡ് എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഡയോഡ്സ് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്നത് ജെർമേനിയവും ഗാലിയം ആർസനൈഡും ഒക്കെയാണ്. What is the primary characteristics? ടണൽ ഡയോഡിൽ നിന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം ഇത് തന്നെയാണ്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് റീജിയൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. കറണ്ട് കുറയുന്ന ആ ഒരു കണ്ടീഷനൊക്കെ പറഞ്ഞാണ്. സോ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് നമ്മുടെ ടണൽ ഡയോഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന റീജിയൻ. അപ്പൊ അതാണ് അതിന്റെ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. Then what is the typical order of peak current in a tunnel diode? ടണൽ ഡയോഡിലെ കറണ്ട്, ഒരു ഫോർവേഡ് കറണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് മില്ലി ആംപിയറിലാണ്. അപ്പോ ഇത് ഞാൻ നമ്മുടെ ഡയോഡ്സ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. BJT കുറിച്ച് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. BJT, FET അതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് മോസ്ഫെറ്റ് പഠിക്കാനുണ്ട്. പിന്നെ JFET-ന്റെ കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കില്ല, കാരണം അതിന്റെ
ഇതിനൊരു കറണ്ട് ഇക്വേഷൻ കൂടി ഉണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. അതിന്റെ ഒരു ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ. അപ്പൊ അതും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ പിഞ്ച് ഓഫ് വോൾട്ടേജിന്റെ കണ്ടീഷൻ, പിഞ്ച് ഓഫ് വോൾട്ടേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കറണ്ട് ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻസ് എന്താണെന്ന് ജസ്റ്റ് അതിന്റെ പ്രോബ്ലം ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. അപ്പൊ കാരണം അത് കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. അപ്പം നമുക്ക് അതിന്റെ ഇക്വേഷൻസ് എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കാം. ഇപ്പൊ നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് പറഞ്ഞു. ഇനി അതിന്റെ കറണ്ട് ഇക്വേഷനും അതേപോലെ തന്നെ മോസ്ഫെറ്റിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ വർക്കിംഗ്, അത് ഡിഫറെന്റ് ടൈപ്പ് എൻ ചാനൽ എൻഹാൻസ്മെന്റ്, ഡിപ്ലീഷൻ, അങ്ങനെ 2 ടൈപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്നിട്ട് BJTയുടെ FETയുടെ ഒക്കെ കമ്പാരിസൺ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ അടുത്തതിനകത്ത് നമ്മൾ FET കണ്ടിന്യൂ ചെയ്യും. FETs ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം.